$1.6 ബില്യൺ ആസ്തി വെളിപ്പെടുത്തി ട്രംപ്. ജനങ്ങളുടെ മുന്നിലേക്ക് തന്റെ വരുമാന കണക്കങ്ങ് നിരത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാഷ്ട്രീയക്കാർക്ക് മറ്റു ജോലിയോ ബിസിനസ്സോ വരുമാനമോ പാടില്ലേ എന്ന കാര്യത്തിൽ ചിലർക്കെങ്കിലും കൺഫ്യൂഷനുണ്ട്. എന്നാൽ വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രീയക്കാർക്ക് അക്കാര്യത്തിൽ ആശയക്കുഴപ്പമില്ല. വരുമാന കാര്യത്തിൽ സ്വന്തം കാലിൽ നിന്നതിന് ശേഷമുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് അവരിൽ പലരും ലക്ഷ്യമിടുന്നത്. ഒരു ഭരണകർത്താവ് നിയമപരമായി സംരംഭങ്ങൾ നടത്തുന്നതും വരുമാനമുണ്ടാക്കുന്നതും അവിടെ സാധാരണയാണ്. ഹോട്ടൽ, ക്രിപ്റ്റോ, ഗോൾഫ് ക്ലബ്ബുകൾ, റിയൽറ്റി, ലൈസൻസിംഗ് ഫീ, റോയൽറ്റി, അങ്ങനെ വരവേറെയുള്ള നിരവധി ബിസിനസ്സുകളുണ്ട് നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്. 2024 വാർഷിക വരുമാന വെളിപ്പെടുത്തലിലാണ് ട്രംപ് തന്റെ വിവിധ വരുമാന സ്രോതസ്സുകൾ വ്യക്തമാക്കിയത്. എന്തൊക്കെയാണ് ട്രംപിന്റെ വരുമാന സ്രോതസ്സുകൾ? അടുത്തിടെയാണ് ഡോളർ ട്രംപ് എന്ന മീം കറൻസി ബിസിനസ് ട്രംപ് ആരംഭിച്ചത്. ഇതിൽ നിന്ന് മാത്രം ഫീസിനത്തിൽ ട്രംപ് നേടിയത് $320 മില്യൺ. ഇതിനു പുറമെ വേൾഡ് ലിബർട്ടി ഫൈനാൻഷ്യൽ എന്ന ഡിജിറ്റൽ അസറ്റ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളും ബിറ്റ്കോയിൻ ഖനനവും നടത്തുന്ന കമ്പനിയിൽ നിന്നൊരു $400 മില്യൺ വേറെ. ചെറിയ കണക്കൊന്നുമില്ല, എല്ലാം മില്യൺസിന്റെ കണക്കേ പറയാനുള്ളൂ ബില്യനെയർ പ്രസിഡന്റിന്. വേൾഡ് ലിബർട്ടിയുടെ ടോക്കൺ വിറ്റ വകയിൽ $57.35 മില്യൺ. ഇതൊക്കെ മാത്രമല്ല, അങ്ങ് മാധ്യമ മേഖലയിലും ഉണ്ടോ എനിക്ക് പിടി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായുള്ള ട്രൂത്ത് സോഷ്യൽ, ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പിൽ നിന്ന് പലിശ ഡിവിഡൻഡ് ഇനത്തിൽ $12 മില്യനും മറ്റ് നിക്ഷേപങ്ങളിൽ നിന്ന് $211 മില്യൺ ട്രംപിന്റെ സമ്പാദ്യം. ഇനി പുതുപുത്തൻ സംരംഭങ്ങളായ NFT ഡിജിറ്റൽ ട്രേഡിംഗ് കാർഡുകളിൽ നിന്ന് $1.16 മില്യൺ വരുമാനം ട്രംപ് നേടി. വമ്പൻ മൂല്യമുള്ള ഡിജിറ്റൽ ശേഖരങ്ങളാണ് NFT ഡിജിറ്റൽ ട്രേഡിംഗ് കാർഡുകൾ. ഇതൊന്നും പോരാഞ്ഞിട്ട് വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള റോയൽറ്റി വരുമാനവും ട്രംപിനുണ്ട്. ഗ്രീൻവുഡ് ബൈബിളിൽ നിന്ന് $1.3 മില്യൺ, ട്രംപ് വാച്ചസിൽ നിന്ന് $2.8 മില്യൺ, ട്രംപ് സ്നീക്കേഴ്സ് ആൻഡ് ഫ്രാഗ്രൻസസിൽ നിന്ന് $2.5 മില്യൺ സ്വന്തമാക്കിയിട്ടുണ്ട് ട്രംപ്. ഫ്ലോറിഡയിൽ ട്രംപിനുള്ളത് 3 റിസോർട്ടുകൾ, പിന്നെ മാരലാഗോ എന്ന സ്വകാര്യ ക്ലബ്ബ്, മയാമിക്കടുത്തുള്ള ട്രംപ് നാഷണൽ ഡോറൽ ഗോൾഫ് റിസോർട്ട്. ഇതിൽ നിന്നെല്ലാമായി $217.7 മില്യൺ വരുമാനം. വിയറ്റ്നാമിലെ ബിസിനസ് പ്രോജക്റ്റിൽ നിന്നുള്ള ലൈസൻസിംഗ് ഫീസായി $50 ലക്ഷം, ഇന്ത്യയിലെ ഒരു പ്രോജക്റ്റിൽ നിന്നുള്ള ഡെവലപ്മെന്റ് ഫീസായി $1 കോടി, ദുബായിലെ ഒരു പ്രോജക്റ്റിന് ലൈസൻസ് ഫീസായി $1.6 കോടി ട്രംപ് ഗ്രൂപ്പിന്റെ വരുമാനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. താനും മക്കളും ഉൾപ്പെടുന്ന ഒരു ട്രസ്റ്റാണ് ബിസിനസ്സുകൾ നിയന്ത്രിക്കുന്നതെന്നും ട്രംപിന്റെ വെളിപ്പെടുത്തലിൽ പറയുന്നു. എന്തായാലും വൈറ്റ് ഹൗസിലേക്ക് നീങ്ങിയിട്ടും ട്രംപിന്റെ ബിസിനസ്സുകൾ നന്നായി നോക്കി നടത്തുന്നുണ്ട് മക്കളും ജീവനക്കാരും. കാശ് ഇത്രയും ഉള്ളതുകൊണ്ട് പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്ക് ലഭിക്കേണ്ട $1.4 ബില്യൺ വിവിധ സർക്കാർ ഏജൻസികളുടെ പ്രവർത്തനത്തിനങ്ങ് ഡൊണേഷൻ ചെയ്ത ചരിത്രവും ട്രംപിനുണ്ട്. പ്രസിഡന്റിന്റെ ശമ്പളം തനിക്ക് ചായ കുടിക്കാൻ പോലും തികയില്ലെന്നും ആദ്യ ഭരണഘട്ടത്തിൽ ട്രംപ് പറഞ്ഞത്രേ.